ആ പമ്പേഴ്സ് മൗലവി, നമ്മൾ മന്തിയൊക്കെ ഒക്കെ പമ്പേഴ്സ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പമ്പേഴ്സ് മൗലവി, ആ പമ്പേഴ്സ് മൗലവി, ചില ആളുകൾ ടിൻറ്റുമോനി എന്നൊക്കെ പറയാറുണ്ട്, ആ മൗലവിയുടെ ഒരു പ്രഭാഷണം നിങ്ങൾ കേൾക്കുക. പറഞ്ഞു ഇവിടെത്തി പേരോടിന്റെ ഒക്കെ ഇപ്പൊ എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയെയാണ് നമ്മൾ കാണുന്നത്. അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ്. എന്താ പറയണത്? പനിയുണ്ടായാൽ നമ്മൾ ഗുളിക കുടിക്കും, ഒരു പാരാസിറ്റമോൾ. ഒരു വയറുവേദന ഉണ്ടായാൽ നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും. രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ. ഷെയ്ഖ് ജീലാനി ഒരു നിമിത്തമാണ്, ഹബീബായ റസൂലുള്ള ഒരു നിമിത്തമാണ്, പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ്, ഡോക്ടർ ഒരു നിമിത്തമാണ്. അങ്ങനെ എല്ലാം ഫിസിയോതെറാപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ്. എല്ലാം നിമിത്തം ഒരേ അളവിലാണ് ഇപ്പൊ അയാൾ കൊണ്ടുപോകുന്നത്. മഹാനായ പേരോട് ഉസ്താദ് മഹാന്മാർ നിമിത്തമാണ് അല്ലെങ്കിൽ മഹാന്മാർ കാരണമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നത് എന്ന് പറയുന്നതിന്, പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞതിന് ഇവര് കോട്ടിമാറ്റിയിട്ട് ഉമർ മൗലവി പറയുന്നത് പോലെയാണ് പേരോട് ഉസ്താദ് പറയുന്നത്, ഉമർ മൗലവിയുടെ നാവാണ് പേരോട് ഉസ്താദിന്റെ നാവ് എന്ന് പറഞ്ഞ് പേരോട് ഉസ്താദിനെ വഹാബിയാക്കാൻ വേണ്ടി ശ്രമിക്കാണ്. ഈ ഉമർ മൗലവിയുടെ നാവ് എന്ന് പറഞ്ഞത് ഞാനല്ല, ഈ കുരുവട്ടൂരുകാരൻ ടിൻറ്റുമോൻ മൗലവി എന്ന് പറയുന്ന സമദ് കീശേരിയാണ്. ഈ സമദ് കീശേരി പറഞ്ഞതാണ് നിമിത്തം എന്ന് പറയുന്നത് ഉമർ മൗലവിയുടെ നാവാണ് എന്നുള്ളത്. അപ്പോൾ ഈ നിമിത്തം എന്ന പ്രയോഗം വഹാബിസമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. അതായത് ഇവരെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിമിത്തം എന്ന് പറയുന്നത് വഹാബിസമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഈ വഹാബി ആശയം പറയുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മുടെ അത്തർ മൗലവി തന്നെ പറയട്ടെ. ഇനി കേട്ടോളൂ, മൂന്നാമത്തെ ഒരു തവസ്സുലുണ്ട് 384 പേജിൽ. തവസ്സുല് തന്നെ ഏതൊക്കെ രൂപത്തിൽ വരുമെന്ന് ഇമാം സുബ്കി രേഖപ്പെടുത്തുന്നുണ്ട്. കേട്ടോളൂ. നേരെ റസൂലിനോട് തന്നെ തേടുക. നേരത്തെ പറഞ്ഞ തേട്ടൊക്കെ അള്ളഹാനോടാണ്, റസൂലിന്റെ ഹക്ക് കൊണ്ട് എന്നാ പറഞ്ഞ്, അല്ലെ അള്ളഹാനോട് നിങ്ങൾ ചോദിച്ചു തരണം എന്നാ പറഞ്ഞ്. ഇനി മൂന്നാമത്തെ തവസ്സുൽ അതാണ് അൻയുത്ലബ മിൻഹു ദാലിക്കൽ അംറ അൽ മഖ്സൂദ്. നമ്മളെ ഉദ്ദേശം നേരെ റസൂലിനെ തന്നെ തേടുക. ബിമഅന അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിറുൻ അല തസബ്ബുബ് ഫീഹി. റസൂൽ നിമിത്തമായി കാരണമായി ഞങ്ങൾക്ക് വാങ്ങിത്തരണം എന്ന അർത്ഥത്തിൽ. എന്തർത്ഥത്തില്? റസൂല് നിമിത്തമായി ഞങ്ങൾക്ക് വാങ്ങിത്തരണം. എന്തർത്ഥത്തിലാ പറഞ്ഞത്? റസൂല് നിമിത്തമായി. അത് വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക. റസൂല് നിമിത്തമായി കാരണമായി ഞങ്ങൾക്ക് വാങ്ങിത്തരണം എന്ന അർത്ഥത്തിൽ. കേട്ടല്ലോ എന്താ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിമിത്തമായി കാരണമായി ഞങ്ങൾക്ക് വാങ്ങിത്തരണം എന്ന അർത്ഥത്തിൽ. അല്ലാതെ മുത്തുനബിക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന അർത്ഥത്തിലല്ല. ഇത് ടിൻറ്റുമോൻ മൗലവിയുടെ ഭാഷയിൽ വഹാബി ആശയമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ സദസ്സിൽ നിങ്ങൾ സംസാരിച്ചത് വഹാബിസമാണ്, സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയം ഒന്ന്. ഇനി അടുത്തത് നമ്മുടെ പുതപ്പെട്ട് വരുന്ന മൗലവിയുടേതാണ്. നമ്മളെ ദുനിയാവല്ലേ പല പ്രശ്നം ഉണ്ടാകും, പല വിഷമം ഉണ്ടാകും, പല പ്രയാസം ഉണ്ടാകും. അതിന്റെ എല്ലാം പരിഹാരത്തിന് അല്ലാഹു സബബാക്കി വെച്ചയച്ച് തന്നവരാണ് ശൈഖുനാ മടവൂര് ഖദ്ദസുല്ലാഹു സിറ. ദുനിയാവിലുള്ള എല്ലാ കാരണങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും നമുക്ക് സബബാക്കിയിട്ട്, അതായത് നിമിത്തമാക്കിയിട്ട് നമുക്ക് അയച്ച ആളാണ് ആര്? ശൈഖുൽ മശായിഖ് മടവൂർ. എങ്ങനെ ഇരിക്കുന്നത്? ഇത് ഉമർ മൗലവിയുടെ നാവാണ് എന്ന് പറഞ്ഞ് ഞാൻ ഹാഫിദിന്റെ ക്ലിപ്പിട്ടപ്പോ ഏതോ വഹാബി വന്നിട്ട് ഇടയിൽ എന്തൊക്കെയോ കളിക്കുന്നത് കണ്ടു. ഈ വഹാബിക്ക് മനസ്സിലാക്കേണ്ടത് ഞാനല്ല ഇത് ഉമർ മൗലവിയുടെ നാവാക്കിയിട്ട് പറയുന്നത്. ഈ ടിൻറ്റുമോൻ മൗലവി എന്ന് പറയുന്ന സമദ് മൗലവിയാണ് ഉമർ മൗലവിയുടെ നാവായിട്ട് ഈ പ്രയോഗത്തെ ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ അവന്റെ ഭാഷയിലാണ് ഞാൻ ഉമർ മൗലവിയുടെ നാവി എന്ന് പറഞ്ഞത്. അപ്പോ രണ്ടാമത്തെ വഹാബി ആശയം പറയുന്ന ക്ലിപ്പാണ് ഞാൻ ഇട്ടത്. മടവൂർ ശൈഖുന കാരണമായി ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരത്തിന് അള്ളാഹു നിമിത്തമാക്കിയ മടവൂർ ശൈഖുന, അള്ളാഹു കാരണമാക്കിയ മടവൂർ ശൈഖുന. അല്ല മടവൂർ ശൈഖുനക്ക് സ്വന്തത്തിൽ കഴിവുണ്ട് എന്നല്ല ഇവിടെ പറഞ്ഞത്.